ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളൻ്റെ ആർട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനും സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. അപ്പോൾ ഇന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം. എംപ്രസ് ആണ് ആദ്യം വന്നിട്ടുള്ളത്. ത്രീ ഓഫ് സോർഡ്സ്, സിക്സ് ഓഫ് പെന്റക്കിൾസ്, കിങ് ഓഫ് സോർഡ്സ്, Seven of Wands, Two of Pentacles, Magician. ബോട്ടം വന്നിട്ടുള്ളത് നയൻ ഓഫ് സോർഡ്സിൻ്റെ എനർജിയാണ്. നമുക്ക് ആദ്യമായിട്ട് കിട്ടിയിരിക്കുന്ന കാർഡ്സ് ലവേഴ്സാണ്. അപ്പോൾ ഇതിൽ ഇന്ന് ചിലപ്പം നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്ന് ഒരു മെസ്സേജൊക്കെ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം പ്രതീക്ഷിക്കാം. മാത്രമല്ല, ഇത് നിങ്ങളുടെ ഹൃദയവും മനസ്സും തമ്മിലുള്ള ഒരു തിരഞ്ഞെടുപ്പ് വരുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ അത് രണ്ടും കൂടി യോജിപ്പിച്ചിട്ടുള്ള തീരുമാനങ്ങളും ആ പ്രവൃത്തിയും നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കണം. പ്രത്യേകിച്ച് ഇന്ന് നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളുമായിട്ടൊരു സംഭാഷണം ഉണ്ടാകാം, ഒരു കോൺവെർസേഷൻ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. പക്ഷേ നിങ്ങളുടെ ആത്മാവിനോട് നിങ്ങൾ സത്യസന്ധരായിരിക്കുക. നമ്മളോട് കൂടുതൽ സത്യസന്ധരായിരിക്കാൻ ശ്രമിക്കണം. പുറത്തുള്ള വ്യക്തികളെക്കാളേറെ നിങ്ങൾക്ക് നിങ്ങളോട് കൂടുതൽ സത്യസന്ധരായിരിക്കണം എന്നുള്ളതാണ് കാണുന്നത്. കാരണം ഇന്നത്തെ ദിവസം നിങ്ങൾ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന, അതായത് നിങ്ങളുടെ ആത്മാവിന് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് തീരുമാനിക്കാം എന്നാണ് കാണുന്നത്. ഇതൊരു ത്രീ ഓഫ് സോർഡ്സിൻ്റെ എനർജിയാണ്. ഇതിൽ കുറേ ആൾക്കാർക്ക് പഴയ ഓർമ്മകൾ, പാസ്റ്റിലെ വേദനകൾ വീണ്ടും നിങ്ങൾക്ക് ഉയർന്നു വന്നേക്കാം. അപ്പോൾ അത് ചിലപ്പോൾ ഒരു സ്വപ്നമായിട്ട് നിങ്ങൾ ഇന്നലെ രാത്രി കണ്ടിട്ടുണ്ടായിരിക്കാം. കാരണം ഇതിൽ ഒരു നയൻ ഓഫ് സോർഡ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പാസ്റ്റിലെ വേദനകൾ വീണ്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ അട്രാക്ട് ചെയ്ത് കൊണ്ടുവരുന്നു എന്നാണ് കാണുന്നത്. ചിലപ്പോൾ ഓർമ്മകളായിട്ട് വന്നിട്ടുണ്ടായിരിക്കാം, ചിലപ്പോൾ സ്വപ്നമായിട്ട് വന്നിട്ടുണ്ടായിരിക്കാം. നിങ്ങൾക്ക് ഒരു നിരാശ കാണുന്നുണ്ടോ എന്നുള്ളതാണ്. പാസ്റ്റിൽ പോയ എന്തോ കാര്യം, അല്ലെങ്കിൽ പാസ്റ്റിൽ നിങ്ങളുടെ ജീവിതത്തിൽ നടന്ന എന്തോ ഒരു കാര്യത്തെക്കുറിച്ച് ഓർത്ത് വളരെ നിരാശയും വേദനയും ഒക്കെ ഈ ഒരു സമയം ഉണ്ടെന്നാണ് കാണുന്നത്. നിങ്ങളൊരു സത്യം അംഗീകരിക്കാതിരിക്കുന്നു എന്നുള്ളതാണ് കേട്ടോ. സംഭവിച്ചു പോയ കാര്യമാണ്, സത്യമാണെന്ന് നിങ്ങൾക്കറിയാം, പക്ഷെ അതങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നാണ് കാണുന്നത്. പക്ഷേ ഈ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഹീലിംഗ് നടക്കുന്നുണ്ട്. ആ പാസ്റ്റിൽ നടന്ന ആ കാര്യത്തിൻ്റെ ഹീലിംഗ് ഈ ഒരു സമയം നടക്കുന്നു എന്നാണ് കാണുന്നത്. ഇതിൽ എപ്പോഴും അക്സെപ്റ്റ് ചെയ്യുക. നമ്മളുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് മാത്രമേ അത് മാറി തുടങ്ങുള്ളൂ എന്ന് മനസ്സിലാക്കുക. കാരണം നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്യാതെ നമ്മൾ ഒളിച്ചോടിക്കഴിഞ്ഞാൽ വീണ്ടും തിരിച്ചു വരുമ്പോൾ ഈ വേദന അതേപോലെ തന്നെ നിൽക്കും. ആദ്യം വേണ്ട അക്സെപ്റ്റൻസ് ആണ്, അതുകൂടി മനസ്സിലാക്കുക. സിക്സ് ഓഫ് പെന്റക്കിൾസിൻ്റെ എനർജിയാണ്. ഇതിൽ എവിടെന്നെങ്കിലും നിങ്ങൾക്കൊരു സാമ്പത്തിക സഹായം കിട്ടുമെന്ന് കാണുന്നുണ്ട് കേട്ടോ. പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് നിന്നും ഒരു സാമ്പത്തിക സഹായം അല്ലെങ്കിൽ ഒരു സപ്പോർട്ടൊക്കെ കിട്ടുന്ന ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസം. പിന്നെ ഇത് കൂടുതലും ഫിനാൻസുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഇന്ന് നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കും. ചിലപ്പോൾ ഒട്ടും നിങ്ങളുടെ കയ്യിലൊന്നും പൈസ ഇല്ലാതിരുന്നെങ്കിൽ, നിങ്ങളത് വളരെ വിഷമിച്ചിരുന്നെങ്കിൽ ആരെങ്കിലും നിങ്ങളെ ഇന്നത്തെ ദിവസം നിങ്ങളുടെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ടുള്ള സഹായം ചെയ്തു തരും എന്നാണ് കാണുന്നത്. അതായത് ഒരാൾ നിങ്ങളെ താങ്ങാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരാൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന ഒരു എനർജിയാണ് കാണുന്നത്. ഇതിൽ മാത്രമല്ല, പാസ്റ്റിൽ നിങ്ങൾ കൊടുത്തിരുന്ന കാര്യം
അത് ഈ ഒരു സമയം നിങ്ങളിലേക്ക് റിട്ടേൺ വരുന്നു എന്നാണ് കാണുന്നത്. പിന്നെ കിങ് ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് പല കാര്യങ്ങൾക്കുള്ള വ്യക്തത വരുമെന്നാണ് കാണുന്നത്. ഒരു ചില കാര്യങ്ങളിൽ നമ്മൾ ലോജിക്കലായിട്ട് കൂടി ചിന്തിക്കേണ്ടുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ ഹൃദയവും മനസ്സും ഒരുപോലെ ചിന്തിച്ച് തീരുമാനിക്കേണ്ട ഒരു സമയമാണ് ഇന്നത്തെ ചില കാര്യങ്ങൾ. അതിൽ ചില കാര്യങ്ങളിൽ നിങ്ങളൊരു ബൗണ്ടറി വെക്കും. ഇത് ഇന്നാരോട് ഈ ഒരു കാര്യം മാത്രം പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ ഇത്രയും ചെയ്താൽ മതി എന്നൊക്കെ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം നിങ്ങൾ തോന്നും എന്നാണ് കാണുന്നത്. അതായത് ആരോടും അതിര് വിട്ടൊരു കാര്യം പറയാനോ മറ്റുള്ള ആൾക്കാരുടെ കാര്യത്തിൽ അതിര് കിടന്ന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങൾ എടുക്കാനോ നിങ്ങൾ പോണില്ല എന്നാണ് കാണുന്നത്. പിന്നെ നോ പറയേണ്ട സ്ഥലത്ത് നിന്ന് കൃത്യമായിട്ട് നിങ്ങൾ നോ പറയണം. അല്ലാതെ അല്ല മറ്റുള്ളവരെ വിഷമിപ്പിക്കാൻ അങ്ങനത്തെ രീതിയിൽ നിങ്ങൾ പ്ലീസ് ചെയ്ത് സംസാരിക്കാതിരിക്കുക. മാത്രമല്ല നിങ്ങൾ ബൗണ്ടറി കൃത്യമായിട്ടുള്ളൊരു ബൗണ്ടറി സെറ്റ് ചെയ്ത് വെക്കുക. ഇതിൽ ആദ്യവും വന്നത് അങ്ങനെയാണ്, നമ്മളുടെ ഹൃദയം പറയുന്നത് കേൾക്കാം, ബുദ്ധി കൂടി ഉപയോഗിച്ച് വേണം തീരുമാനങ്ങൾ എടുക്കാൻ. അത് ഇന്നത്തെ ദിവസം നിങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനത്തിലാണ് എത്തുന്നതെന്നാണ് കാണുന്നത്. ഇതിൽ 7 ഓഫ് വാൺസിൻ്റെ എനർജിയാണ്. ഇതിൽ കുറേ ആൾക്കാരോട് പല കാര്യങ്ങളും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഒരു ആവശ്യം ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നിയിരുന്നു പാസ്റ്റിൽ. ഇന്ന ആൾക്കാരോട് എനിക്ക് ഇതെല്ലാം പറഞ്ഞു കൊടുക്കണം, അല്ലെങ്കിൽ നിങ്ങളെ അവിശ്വസിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ വിശ്വസിക്കാത്ത നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യാത്ത ചില ആൾക്കാരോട് നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അതന്ന് അങ്ങനെയാണ് നടന്നത്, ഈ ഒരു കാര്യം എന്ന് വെച്ചാൽ അത്രയും വിശദീകരിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടായിരിക്കാം. കാരണം മറ്റുള്ളവരുടെ അംഗീകാരം കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നടന്ന എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ നിങ്ങളുടെ ചിലപ്പം സത്യസന്ധത മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ മറ്റുള്ളവരോട് എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കാം, ഇങ്ങനെയാണ്. പക്ഷെ അത് അവർ ആ ഒരു സമയം നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യുന്നില്ലായിരുന്നെങ്കിൽ, നിങ്ങൾ എത്ര പറഞ്ഞിട്ടും അവർ വിശ്വസിക്കുന്നില്ല എങ്കിൽ ഈ ഒരു സമയം നിങ്ങൾ ഒരു തീരുമാനം എടുക്കുന്നുണ്ട്. എല്ലാവർക്കും എല്ലാ കാര്യത്തിനും വിശദീകരണം കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ വിശ്വാസം എന്താണോ ആ വിശ്വാസത്തിന് വേണ്ടിയിട്ട് മാത്രം ഇന്ന് നിലകൊള്ളണം. ഇന്ന് എല്ലാ കാര്യങ്ങളും മറ്റുള്ളവരെ അംഗീകരിപ്പിക്കാനും മറ്റുള്ളവരെ വിശ്വസിപ്പിക്കാനും ഒന്നും ശ്രമിക്കേണ്ട ആവശ്യമില്ല. കുറേയധികം സ്ട്രഗിൾസും ഒബ്സ്റ്റക്കിൾസും ഒക്കെ ഉണ്ട്. അപ്പം ഇത് നിങ്ങൾ വിചാരിക്കുന്നത് ആ ആൾക്കാരോടൊക്കെയും പാസ്റ്റിൽ നിങ്ങൾ ചെയ്തിരുന്നത് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു കൊടുക്കുമായിരിക്കും. പക്ഷേ ഈ ഒരു സമയം നിങ്ങൾ മനസ്സിലാക്കുന്നു അതിൻ്റെ ആവശ്യമില്ല. നിങ്ങളായിരിക്കാൻ ശ്രമിക്കുക. ചില ആൾക്കാർ നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ചില ആൾക്കാർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും, അല്ലെങ്കിൽ പല ക്വസ്റ്റ്യൻസും നിങ്ങളോട് ചോദിക്കും, അന്ന് അങ്ങനെയായിരുന്നു എന്തായിരുന്നു, കാരണം നിങ്ങളുടെ കാര്യം കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ഒരു ത്വരയുള്ള ആൾക്കാർ. അപ്പോൾ നിങ്ങൾ ഇതുവരെ കഷ്ടപ്പെട്ട് നേടിയെടുത്ത ആ ഒരു കാര്യം അത് നിങ്ങൾ സംരക്ഷിച്ച് വയ്ക്കുക എന്ന് മാത്രമാണ് നിങ്ങളുടെ ഇന്നത്തെ ചിന്ത. അതായിരിക്കണം. അല്ലാതെ നിങ്ങൾ നല്ലതാണെന്നോ നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ലെന്നോ അങ്ങനെ നിങ്ങൾ മറ്റുള്ളവരെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകരുത്. അതുകൂടി മനസ്സിലാക്കുക. 2 ഓഫ് പെന്റാക്കിൾസിന്റെ എനർജിയാണ്. ഇതിൽ ഒരു 2 പ്രയോറിറ്റി ഉണ്ടായിരിക്കാം ഇന്നത്തെ ദിവസം. 2 കാര്യങ്ങളിൽ ഏതിനാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടതെന്നൊരു കൺഫ്യൂഷൻ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വരാം. ഇതിൽ ഒരുമിച്ച് 2 കാര്യങ്ങൾ ബാലൻസ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരാം. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ഏറ്റവും പ്രയോറിറ്റി ഉള്ള കാര്യത്തിൽ മാത്രം, ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള കാര്യം മാത്രം ഇന്ന് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ 1-2 കാര്യങ്ങൾ ഇങ്ങനെ ബാലൻസ് ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ. മജീഷ്യനാണ് വന്നിട്ടുള്ളത്. ഇതിൽ നിങ്ങളുടെ പേഴ്സണൽ പവറിൽ നിങ്ങൾ വിശ്വസിക്കണം. കാരണം ഈ ഒരു സമയം നിങ്ങളുടെ ഊർജം നിങ്ങൾക്ക് വേണ്ടിയിട്ട് വിനിയോഗിക്കുക. കാരണം നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നതെല്ലാം വർക്കാകുന്നുണ്ടായിരിക്കാം. മാജീഷ്യൻ എന്ന് വെച്ചാൽ മാനിഫെസ്റ്റ് ചെയ്യാൻ കഴിവുള്ള അനുഗ്രഹമുള്ള ഒരാളാണ്. കഴിവ് മാത്രമല്ല, നിങ്ങൾ ആൾറെഡി മാനിഫെസ്റ്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നടക്കും. അപ്പം ആ ഒരു കഴിവ് നിങ്ങൾക്ക് ദൈവം തന്നെ തന്നിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കൂടുതൽ മാനിഫെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. നിങ്ങളുടെ ചിന്തകൾക്ക് അപാരമായ ശക്തി ഉണ്ടെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ് ചിന്തിക്കുന്നത് നമ്മൾ നിരീക്ഷിക്കുകയും കൂടെ ചെയ്യുക. നമ്മളുടെ മനസ്സിനെ ഇങ്ങനെ അലയാൻ വിടരുത്. നമ്മളുടെ മനസ്സ് പല
സ്ഥലങ്ങളിലേക്കും പല തലങ്ങളിലേക്കും പോകും. അപ്പോൾ പ്രത്യേകിച്ചും മാനിഫെസ്റ്റേഷൻ്റെ കഴിവുള്ള ആൾക്കാർക്ക്, അതായത് മജീഷ്യൻ്റെ എനർജി ഉള്ള ആൾക്കാർ, നിങ്ങൾ ചിന്തിക്കുന്ന എല്ലാ കാര്യങ്ങളും മാനിഫെസ്റ്റായിട്ട് വരും. അത് നിങ്ങളുടെ റിയൽ ലൈഫിൽ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. അപ്പോൾ നല്ല കാര്യങ്ങൾ ചിന്തിച്ചാൽ നല്ലത് വരും, നിങ്ങൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ചാൽ അതും വരും. അത് എപ്പോഴും ഓർമ്മയിരിക്കണം എന്നുള്ളതാണ്. ഇതിൽ നിങ്ങൾ കരുതുന്നതിനേക്കാളും ശക്തി നിങ്ങൾക്കുണ്ട് എന്നുള്ള ഒരു ഓർമ്മ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം വേണം. പിന്നെ ഇതിൽ 9 of Swords വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങളുടെ തന്നെ ഒരു ആവശ്യമില്ലാത്ത ചിന്തകൾ, നിങ്ങൾ വേണ്ടാതെ ചിന്തിച്ചിരിക്കുന്നതിൻ്റെ ആ ഒരു പ്രതിഫലനമായിട്ടാണ് നിങ്ങൾക്ക് സ്വപ്നങ്ങളൊക്കെ വരുന്നത്. നിങ്ങളുടെ നെഗറ്റീവായിട്ടുള്ള ചിന്തകളായിരിക്കും. അല്ലെങ്കിൽ ഇന്നലെ എപ്പോഴെങ്കിലും ആരിൽ നിന്നെങ്കിലും വേദനയുള്ള എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. ചില ആൾക്കാരുടെ വാക്കുകളോ ചില പ്രവർത്തികൾ കണ്ടോ നിങ്ങൾ വിഷമിച്ചിട്ടുണ്ടായിരിക്കും. അതാണ് 3 of Swords 9 of Swords വന്നത്. അപ്പം നിങ്ങൾ ആഗ്രഹിക്കാത്ത കാര്യം, അത് നിങ്ങളെ ഒരുപാട് വേദനിപ്പിക്കുന്ന കാര്യം ഈ ഇടയ്ക്ക് വന്നിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഈ ഇടയ്ക്ക് വന്നതിൻ്റെ ഒരു പ്രതിഫലനം നിങ്ങളുടെ മനസ്സിൽ ആൾറെഡി ഉണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഇന്നലത്തെ ദിവസം വൈകുന്നേരമോ എപ്പോഴെങ്കിലും മറ്റുള്ളവരാരെങ്കിലും നിങ്ങളെ ഒരുപാട് ഹർട്ട് ചെയ്തതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഫലമായിട്ട് നിങ്ങൾ ഓവർ തിങ്ക് ചെയ്തപ്പോൾ എന്തെങ്കിലുമൊക്കെ നെഗറ്റീവായിട്ടുള്ള സ്വപ്നങ്ങൾ വന്നിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഇൻസെക്യൂരിറ്റി അതൊരു സ്വപ്നമായിട്ട് വന്നിട്ടുണ്ടായിരിക്കും. അതിനെക്കുറിച്ച് ഓവർ തിങ്ക് ചെയ്യുന്നു എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ നെഗറ്റീവായിട്ടുള്ള എന്തോ ഒരു കാര്യം സ്വപ്നം കണ്ടതുകൊണ്ട് ഇനി എൻ്റെ ജീവിതത്തിൽ ഇനി വരുന്നതൊക്കെ നെഗറ്റീവാണെന്ന് ചിന്തിച്ചിരിക്കേണ്ട. നമ്മളുടെ ഇൻസെക്യൂരിറ്റീസാണ് ഈ കൂടുതലും സ്വപ്നങ്ങളായിട്ട് വരണം കേട്ടോ. നെഗറ്റീവായിട്ടുള്ള സ്വപ്നങ്ങളായിട്ട് വരണം. അത് ഇൻഡ്യൂഷനായിട്ടോ അല്ലെങ്കിൽ ദൈവം ആദ്യം കാണിച്ചു തരുന്ന കാര്യമാണെന്നൊന്നും ചിന്തിക്കരുത്. നമ്മൾ ചിന്തിക്കുക, ഈ സ്വപ്നവും എൻ്റെ ചിന്തകളുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചിന്തിക്കുക. അല്ലെങ്കിൽ റീസെന്റ് പാസ്റ്റിൽ നടന്ന എന്തെങ്കിലും കാര്യങ്ങളും ഈ സ്വപ്നവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചിന്തിക്കുക. അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ പാസ്റ്റിൽ എന്തെങ്കിലുമൊക്കെ വളരെയധികം വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അതിൻ്റെ ട്രോമ ആൾറെഡി നിങ്ങളിൽ നിലനിൽക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഇടയ്ക്ക് എപ്പോഴെങ്കിലും അതിനെ ഒന്ന് പൊങ്ങി വരാൻ തക്കവണ്ണുള്ളൊരു ഇൻസിഡന്റ് എവിടെ നിന്നോ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കാം. അത് ഓർത്ത് നിങ്ങൾ ഭയപ്പെട്ടുകൊണ്ടിരുന്നപ്പോൾ നിങ്ങൾക്കത് സ്വപ്നമായിട്ട് വന്നു. അപ്പോൾ അത് അനാവശ്യമായ ചിന്തകളും ഓവർ തിങ്കിങ്ങും ഒക്കെ ഉള്ള കാര്യങ്ങൾ കൊണ്ടാണ് നിങ്ങൾക്ക് പലപ്പോഴും പല പ്രശ്നങ്ങളും വരുന്നത് എന്നുള്ളൊരു തിരിച്ചറിവ് നിങ്ങൾക്ക് വേണം എന്നാണ് കാണുന്നത്. ഇതിൽ നിങ്ങൾ ഈ പേടിക്കുന്നതിൻ്റെ പകുതി ഭാഗം പോലും യഥാർത്ഥത്തിൽ സംഭവിക്കാനുള്ള കാര്യമല്ല. അപ്പോൾ ഓവർ തിങ്ക് ചെയ്യാതിരിക്കുക. നമുക്ക് ഗൈഡൻസ് മെസ്സേജ് എന്താണെന്ന് നോക്കാം. കാർനെലീനാണ് വന്നിട്ടുള്ളത്. പോഷൻ, സമ്മാർ വന്നിട്ടുണ്ട്. ദ മൗസ് ആൻഡ് ബട്ടർ കപ്പ്. ഇതിലാദ്യം കിട്ടിയിരിക്കുന്നത് കാർണേലിയൻ എന്ന് പറയുന്ന കാർണേലിയൻ ആണ്. ഈ ഒരു ക്രിസ്റ്റൽ എന്ന് വെച്ചാൽ ഇത് പലപ്പോഴും ഹീലിങ്ങിന് ഉപയോഗിക്കുന്ന ഒരു ക്രിസ്റ്റലാണ്. നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ളത്, നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട്, നിങ്ങൾക്ക് ഒരു മോട്ടിവേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ക്രിസ്റ്റൽ പലരും ഉപയോഗിക്കാറുണ്ട്. അപ്പം ഇന്ന് ഈ ക്രിസ്റ്റൽ കിട്ടിയതിൻ്റെ ഒരു മീനിങ് എന്ന് വെച്ചാൽ നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കുന്നു, നിങ്ങൾക്ക് എവിടെ നിന്നോ മോട്ടിവേഷൻ കിട്ടുന്നു. പിന്നെ നിങ്ങളൊരു ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ അത് തുടർന്നുകൊണ്ട് പോകുക. ഈ നെഗറ്റിവിറ്റി, നിങ്ങളിൽ എന്തെങ്കിലും നെഗറ്റിവിറ്റി വന്നിട്ടുണ്ടെന്ന് ഉണ്ടെങ്കിൽ ഈ ഒരു കാർഡ് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് നിങ്ങളുടെ എനർജി നിങ്ങൾ തിരിച്ച് വീണ്ടെടുക്കുന്നു. നിങ്ങൾക്ക് ആൾറെഡി നല്ല എനർജി ഉള്ള ആൾക്കാരാണ്, അത് വീണ്ടും നിങ്ങളിലേക്ക് തിരിച്ചെടുക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. ധൈര്യത്തോടു കൂടി നിങ്ങൾ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകണം. കാരണം നിങ്ങൾക്ക് ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ആൾക്കാരാണ്, ക്രിയേറ്റിവിറ്റി ഉള്ള ആൾക്കാരാണ്, നല്ല പോസിറ്റീവ് എനർജി ഉള്ള ആൾക്കാരാണ്. എന്തെങ്കിലുമൊക്കെ പുറത്തുനിന്നുള്ള ഇൻഫ്ലുവൻസ് കൊണ്ട് നിങ്ങളുടെ ആ ക്വാളിറ്റീസ് നഷ്ടപ്പെടുത്താതിരിക്കുക എന്നുള്ളതാണ്. ധൈര്യത്തോടെയുള്ള തീരുമാനങ്ങൾ എടുത്ത് നിങ്ങൾ മുന്നോട്ട് പോകണം. ഇതിൽ
ഇത് നിങ്ങളുടെ എന്താണ് സ്വാധിഷ്ഠാന ചക്രം, പിന്നെ റൂട്ട് ചക്രം. ഇത് ഒരെണ്ണം ഈ ചുവപ്പും ഇതും കൂടെ ചേർന്നൊരു കളറാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ റൂട്ട് ചക്രയും സ്വാധിഷ്ഠാന ചക്രവും അത് ആക്റ്റീവ് ആക്കേണ്ട ആവശ്യമുണ്ട് എന്നുള്ളതാണ്. കുറേ ആൾക്കാർ അത് നിങ്ങളുടെ ഈ നെഗറ്റീവ് ഇമോഷൻ കൊണ്ട് അത് ചിലപ്പോൾ ബ്ലോക്ക് ആയി പോയിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ അത് ചില സമയങ്ങളിൽ ചില കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നമുക്ക് ജീവിതത്തോടൊരു മടുപ്പ് തോന്നും. അങ്ങനെ ഉണ്ടാകരുത് എന്നുള്ളതാണ്. നിങ്ങളുടെ റൂട്ട് ചക്രയും നിങ്ങളുടെ സേക്രൽ ചക്രയും ആക്റ്റീവ് ആക്കണം എന്നാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ ക്രിയേറ്റീവ് എനർജി ഉണ്ടാക്കണം എന്നാണ്. അപ്പോൾ അത് ബ്ലോക്ക് ആയിട്ടുണ്ടെങ്കിൽ അത് മാറ്റണം എന്നുള്ളതാണ് കാണുന്നത്. ഇതിൽ അടുത്ത് വന്നിട്ടുള്ളത് പോഷനാണ്. അപ്പോൾ ഇത് ഇൻവിഗറേഷൻ എംപവർമെൻ്റ് ആണ് വന്നിട്ടുള്ളത്. നിങ്ങൾ ക്ഷീണിച്ചിരുന്ന ഒരവസ്ഥയിൽ നിന്നും വീണ്ടും ഒരു ഊർജം നിങ്ങൾക്ക് ഉണ്ടാകുന്നു എന്നാണ് കാണുന്നത് കേട്ടോ. പുതിയൊരു ഊർജം ലഭിക്കുന്ന ഒരു എനർജിയാണ്. മാത്രമല്ല ഇന്നത്തെ ദിവസം നിങ്ങൾ കുറച്ച് പ്രാർത്ഥിച്ചൊക്കെ കഴിയുമ്പം പുതിയൊരു ഊർജം നിങ്ങൾക്ക് കിട്ടും. നിങ്ങളുടെ മനസ്സും ശരീരവും ഒക്കെ ഒന്ന് ഒരു പുതിയ എനർജി വന്നതുപോലെ നിങ്ങൾക്ക് തോന്നും. ചിലപ്പോൾ ഈ റീഡിങ് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ സംഭവിക്കാം കേട്ടോ. അങ്ങനെ തോന്നും, ഒരു പുതിയ എനർജി വന്നതുപോലെയൊക്കെ നിങ്ങൾക്ക് തോന്നും. നിങ്ങളുടെ ശക്തി തിരിച്ചറിയാനാണ് പറയുന്നത്. നിങ്ങളുടെ ശക്തിയിലേക്ക് നിങ്ങൾ വരിക, നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കണം എന്നുള്ളതാണ്. നമുക്കിത് എനിക്കിത് പറ്റും എന്നുള്ളൊരു ചിന്ത വേണം നിങ്ങൾക്ക്. എന്നെ കൊണ്ടിത് പറ്റും, ഞാനിത് ചെയ്യും. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആ ഒരു നിയന്ത്രണം, നിങ്ങളുടെ കൺട്രോൾ നിങ്ങളുടെ കയ്യിൽ തന്നെ ആയിരിക്കണം. അല്ലാതെ നമ്മൾ മറ്റുള്ള ആൾക്കാരുടെ ആ ഒരു സിമ്പതി അതിലൊന്നും വീണ് പോകരുത് എന്നാണ് കാണുന്നത്. നിങ്ങളുടെ നഷ്ടപ്പെട്ടു പോയ നിങ്ങളുടെ ഊർജം തിരിച്ചു വരുന്നു. ആ ഊർജത്തിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് പോകണം എന്നാണ് കാണുന്നത്. പിന്നെ സമ്മറാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എക്സ്പാൻഷനാണ്. അപ്പോൾ ഗ്രോത്താണ്. അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ വളർച്ചയും സന്തോഷമൊക്കെ വരുന്നു എന്നാണ് കാണുന്നത് കേട്ടോ. നല്ല ഫലങ്ങൾ വന്നു തുടങ്ങുന്നു. പാസ്റ്റിലെ നിങ്ങളുടെ കർമ്മത്തിൻ്റെ നല്ല ഫലങ്ങൾ ഈ ഒരു സമയം വരുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾ ഇന്ന് ചെയ്യുന്ന ഒരു കാര്യം ഫ്യൂച്ചറിൽ വളർന്ന് പന്തലിക്കും എന്നുള്ളതാണ്. നിങ്ങൾ കാത്തിരുന്ന പോലത്തെ നല്ല മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ശക്തി അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവ് നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും ശക്തരാണ് നിങ്ങൾ എന്നുള്ളൊരു ചിന്ത അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം വേണം എന്നാണ് കാണുന്നത്. മൗസ് ആൻഡ് ബട്ടർകപ്പാണ് ഇന്നസെൻസ്. അപ്പം ഇതിൽ നമ്മൾ വലിയ വലിയ കാര്യങ്ങളിൽ മാത്രമേ സന്തോഷിക്കുകയുള്ളൂ എന്ന് ചിന്തിക്കാതിരിക്കുക. ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമ്മൾ സന്തോഷിക്കാൻ ശ്രമിക്കുക. ചെറിയ കാര്യങ്ങളിലും ചെറിയ കാര്യങ്ങൾക്കും ഒരുപാട് വിലയുണ്ട് എന്ന് മനസ്സിലാക്കുക. നമ്മളെപ്പോഴും എനിക്ക് വലിയൊരു ഗോൾ അച്ചീവ് ചെയ്താലേ എനിക്ക് സന്തോഷം വരുള്ളൂ എന്ന് ചിന്തിക്കാതെ എൻ്റെ ജീവിതത്തിലെ ചെറിയ വിജയങ്ങൾ അത് വലിയ വിജയങ്ങൾക്കുള്ള തുടക്കമാണെന്ന് നിങ്ങൾ ചിന്തിക്കുക. അല്ലാതെ ഇന്ന് കിട്ടിയ ഒരു ചെറിയ സക്സസ് അതിലോ ഇനി എനിക്ക് ഇതൊന്നും എന്നെ സംതൃപ്തിപ്പെടുത്തൂല, എന്നെ സംതൃപ്തിപ്പെടുത്തണമെങ്കിൽ ഞാൻ ഉദ്ദേശിച്ച വലിയ കാര്യം തന്നെ നടക്കണം എന്നല്ല ചിന്തിക്കാനുള്ളത്. നിങ്ങൾ വിനയം ഉണ്ടെങ്കിലാണ് അങ്ങനെ സംഭവിക്കുന്നത് കേട്ടോ. ഇന്നസെൻസ് ആണ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് വിനയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുഞ്ഞു കാര്യങ്ങളിൽ സന്തോഷിക്കാൻ പറ്റും. പിന്നെ നിങ്ങളിലുള്ള കാര്യം വെച്ചിട്ട് നിങ്ങൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. അല്ലാതെ നമുക്ക് സന്തോഷിക്കണമെങ്കിൽ എല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ സന്തോഷിക്കാൻ പറ്റുള്ളൂ എന്ന് ചിന്തിക്കാതിരിക്കുക. നമുക്ക് ഇപ്പം എല്ലാ മേഖലകളും നമുക്ക് ഒരുപോലെ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ഇപ്പം തന്നെ കിട്ടണം എന്ന് ചിന്തിക്കാതിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പം നിങ്ങൾക്ക് ഉള്ള കാര്യമൊന്നും മതിയല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ ഉള്ള കാര്യത്തിൽ ആ ചെറിയ കാര്യത്തിൽ അതിൽ തന്നെ നിങ്ങൾ സന്തോഷിക്കാൻ തുടങ്ങിയാൽ, ഗ്രാറ്റിറ്റ്യൂഡോടെ ഇരിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് വളരെ വലിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പെട്ടെന്ന് അട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റും. കാരണം മാജീഷ്യനാണ്. അത് മനസ്സിലാക്കി മുന്നോട്ട് പോവുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ്. ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.
എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ഇന്നത്തെ ദിവസം ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.